ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. അപ്പോൾ ഇന്നത്തേത് ഒരു മിനി വ്ലോഗാണ് കേട്ടോ. മിനി വ്ലോഗിൻ്റെ കൂടെ ചെറിയ നമ്മുടെ ആരി വർക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള ചെറിയ ടിപ്പും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് ബാക്കിത്തെ സ്റ്റിച്ച് ചെയ്തും കൂടെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുവാവയ്ക്കുള്ളതും കുഞ്ഞു ബേബിക്കുള്ളതും ഉണ്ടായിട്ടില്ല കുട്ടി. അവൾക്കിപ്പോൾ ഒരു 7 മാസം കഴിഞ്ഞ് ഉടനെ തന്നെ ഡെലിവറി ഉണ്ടാവും. അപ്പം കുഞ്ഞുവാവയ്ക്കുള്ളതും മൂത്ത ആൾക്കുള്ളതും അവൾക്കുള്ളതും വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തുവിടാമെന്ന് വെച്ചു. അപ്പം അതിൻ്റെ കൂടെ സർപ്രൈസ് ആയിട്ട് 1-2 ഐറ്റം കൂടെ വെക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നമുക്ക് ഈ വീഡിയോയിൽ അതും കൂടെ പരിചയപ്പെടാം കേട്ടോ. അപ്പം അവൾക്ക് കുട്ടിയുടെ നെയിമിങ് സെറിമണിക്കുള്ള ഡ്രസ്സും കൂടെ ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടിയാണ് ആക്ച്വലി ചെയ്തത്. എൻ്റെയും അവളുടെയൊക്കെ സൈസ് ഏകദേശം ഒന്ന് തന്നെ ആയതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ആ ഫംഗ്ഷന് എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തെടുത്തു. ബാക്കിത്തെ പക്ഷേ ഞാൻ നെക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ബ്ലൗസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് സ്ലീവിൽ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് അവളുടെ മെഷർമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ബാക്കിയത്തെ അവളുടെ മെഷർമെൻറ്റിൽ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അവളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തന്നെ അവിടെ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ മോനൊരു കുർത്തയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുഞ്ഞുവാവയ്ക്ക് ഒരു ഉടുപ്പും ഒരു കെട്ട് ബാക്കിൽ ടൈ വരുന്നുണ്ട്. പിന്നെ ബാക്ക് ഓപ്പണും കൂടെ ആയിട്ടുള്ള ടൈപ്പ് ഒരു ഉടുപ്പാണ്, ഒരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. കുട്ടി അവർ ഗൾഫിലായതുകൊണ്ട് തന്നെ മോളാണെന്നുള്ളത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. 5 മാസം 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മോളാണെന്നുള്ളത് അറിഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം അത് ചെയ്യുവാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് അല്ലേ ഇതുപോലൊരു മിനി വ്ലോഗ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇതുകൂടെ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പം ആരി വർക്ക് ഹാൻഡ് വർക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിൽ ഞാൻ നെക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്ലീവ് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അപ്പം നെക്ക് വർക്ക് ചെയ്ത് എൻ്റെ കയ്യിൽ അടുത്ത മെറ്റീരിയൽ ഇരിപ്പുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിപ്പം സ്ലീവ് ഫിനിഷ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനാദ്യം തന്നെ ഞാൻ പ്രഷർ ഫൂട്ട് ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് പ്രഷർ ഫൂട്ടാണ് നമുക്ക് വേണ്ടത്. അതായത് ലെഫ്റ്റ് സൈഡ് പ്രഷർ ഫൂട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് കുറച്ചുകൂടെ എളുപ്പം അതാണ്. അപ്പം പ്രഷർ ഫൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റിച്ച് ലെങ്ത് കുറച്ചൊന്ന് അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തെങ്കിലാണ്, കുറച്ച് അടുത്ത ലെങ്ത്തിലുള്ള സ്റ്റിച്ചസ് കൊടുത്തെങ്കിലാണ് നമുക്ക് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. സിംഗിൾ പ്രഷർ ഇട്ട് അടിക്കുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേനും. ഓക്കെ, അപ്പം സ്റ്റിച്ച് ഇങ്ങനെ അകന്ന് പോകാതിരിക്കാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ നമ്മളെ ബ്ലൗസ് വർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ സെൻറ്റർ പോർഷൻ, സ്ലീവിൻ്റെ താഴെയും മുകൾ ഭാഗവും ഒന്ന് അതായത് നോച്ചിട്ട് കറക്റ്റ് ചെയ്തെടുക്കുക. മുകളിലും അതായത് ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ഭാഗവും താഴെ ഭാഗവും നോച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നോച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അത് എൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ആ നോച്ച് ബേസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് വേണമെങ്കിൽ അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ വർക്കിൻ്റെ ആ അര ഇഞ്ച് ഗ്യാപ്പ് മാത്രമാണ് ഞാൻ താഴെ രണ്ടിനും കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കണം നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ മുകളിലും താഴെയും തയ്യൽ തുമ്പ് മുകളിലും താഴെയും അര ഇഞ്ച് മാത്രം വിട്ട് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ലൈനിങ്. ആ ലൈനിങ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ കാണാം. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ സ്ലീവിൻ്റെ താഴെ ഭാഗം നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തതിൻ്റെ ഭാഗവും നമ്മുടെ മുകളിലും നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ആ നോച്ച് വരുന്ന ഭാഗം നല്ലപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പ്രഷർ ഫൂട്ട് ചേരുന്ന വശത്ത്, അപ്പം ആ സൈഡിൽ തന്നെ ആയിരിക്കും നമ്മുടെ സ്റ്റിച്ച് വന്ന് വീഴുന്നത്. ഇതിപ്പം ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ തിരിഞ്ഞു കാണുന്നത്. അപ്പം ആ ഭാഗത്ത് തന്നെയാണ് പ്രഷർ ഫൂട്ട് നമ്മുടെ സ്റ്റിച്ച് വന്ന് വീഴുന്നത്. അത് കറക്റ്റായിട്ട് ആ ബീഡിൽ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക.
ഇനി നമുക്ക് അത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിക്കണം. ഈ പതിച്ചടിക്കുന്നത് നമ്മൾ ലൈനിങ്ങേലായിരിക്കണം. ലൈനിങ്ങേൽ പതിച്ചടിക്കുക. പതിച്ച് അതായത് നമ്മുടെ ആ ജോയിന്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ നല്ല പീസിലേക്ക് കയറരുത്. നല്ല പീസിലേക്ക് കയറാതെ ലൈനിങ്ങേൽ പതിച്ചടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ അത് തിരിച്ചു വരില്ല കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പിന് വേണമെങ്കിൽ അവിടെ ഹെം ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്കിനി അത് പതിച്ചുകൂടെ അടിക്കേണ്ട ആവശ്യം വരില്ല. അതിനും ഇവിടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ ലൈനിങ്ങിൽ പതിച്ചടിക്കുന്നത്. ഇനി അവിടെ നമുക്ക് എല്ലാം പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് ആ നോച്ച് കറക്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്യുക. ഇത്ര ഉള്ളു കാര്യം. മുകൾ ഭാഗത്ത് ആ നോച്ച് കറക്റ്റ് ചെയ്ത് പിൻ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ശ്രദ്ധ വേണം. നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തപ്പോഴത്തേനും അത് മുകളിലേക്ക് കൂടെ കയറി വരുന്ന ഹാൻഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ചു വെട്ടുന്നതിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതി നമ്മൾ കഴിഞ്ഞ വേറൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൗസ് സ്ലീവിൻ്റെ മാർക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ചു വെട്ടുന്ന ഭാഗം ഒന്ന് പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ അതും ഇതിനകത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ലൈനിങ് നമ്മൾ കുഴിച്ചു വെട്ടി കറക്റ്റ് ചെയ്ത് എല്ലാം ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക. ഇതുപോലെ വെട്ടിക്കൊടുത്തതിന് ശേഷം ആണ് നമുക്ക് പിന്നെ ആ മാർക്കിങ് വരുന്ന ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ അവിടെ ഒരടയാളം വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് എല്ലാം കറക്റ്റ് ചെയ്ത് ലൈനിങ്ങിൽ തന്നെ, അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ലൈനിങ്ങിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെട്ടാവുന്നതാണ്. അപ്പം നമുക്ക് ഉണ്ട് ഈ ഭാഗം ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗമാണ് ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമാണ്. അതായത് ബ്രൈറ്റ് സ്ലീവാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്നുകൂടെ ഒന്ന് കുഴിച്ച് വെട്ടിയിട്ട് വേണം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പം ആ കൂടെ വെട്ടേണ്ട ഭാഗം കൂടെ കയറ്റിയിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാനായിട്ട് എളുപ്പം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ കൈ സ്ലീവ് നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ആ ഭാഗം ഞാൻ ഇതിപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല. ഇനി ഏകദേശം 2 ഇഞ്ച് അകത്തേക്ക്, അതായത് നമ്മൾ കൈക്കുഴി വരുന്ന ഭാഗം 2 ഇഞ്ച് അകത്തേക്ക് നിൽക്കുന്നത് തയ്യൽ തുമ്പ് തയ്യൽ തുമ്പിന് ഉള്ളിൽ വരുന്ന ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ കുഴിച്ചു വെട്ടിയിട്ടുള്ള 1/2 ഇഞ്ച്. അതിന് പ്രത്യേക അളവൊന്നും എടുത്തിട്ടല്ല വെട്ടിയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെട്ടി, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അവിടെ ഒരു നോച്ചും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രണ്ടിലേക്ക് ആം ഹോളിലേക്ക് വരുന്ന ഭാഗമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ ഷോൾഡർ പോർഷൻ രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. അപ്പൊ എനിക്ക് ഷോൾഡർ 2 3/4 വെച്ചിട്ട് തീർത്തല്ല, നമുക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 3/4 എനിക്ക് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ നോച്ച് പോർഷൻ, നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നോച്ച് പോർഷൻ കറക്റ്റ് ചെയ്ത് ആ ഷോൾഡറിൽ തന്നെ വെച്ച് കൊടുക്കുക. സിംഗിൾ പ്രസറിൽ തന്നെയാണ് കേട്ടോ ഇത്രയും ഭാഗങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോളും കൂടെ അടിച്ചെടുക്കുന്നത് സിംഗിൾ പ്രസറിൽ തന്നെയാണ്. അത് കറക്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക. നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ആ നോച്ച്, അതായത് ആം ഹോളിൻ്റെ അവിടെ നോച്ച്, കുഴിച്ചു വെട്ടിയതിൻ്റെ അവിടെ നോച്ചിട്ട ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രണ്ടിലേക്കാണോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഭാഗം ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകാറുള്ളത്. ഇപ്പം നമ്മുടെ ആ ഹാൻഡ് വർക്ക് വരുന്ന ഭാഗം ഒഴിവായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. സിംഗിൾ പ്രസറിൽ ആയതുകൊണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നമ്മുടെ സ്ലീവിൻ്റെ ഹാൻഡ് വർക്കിലേക്ക് മെഷീൻ കയറുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതൊരിക്കലും കയറാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ അതിനുള്ള സ്പേസ് നമ്മൾ ഇപ്പുറത്ത് തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ആം ഹോള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റിച്ചോടെ കൊടുക്കുക. തിരിച്ച് ഇപ്പുറത്തേക്ക് റിവേഴ്സ് വന്നതിന് ശേഷം ഒരു സ്റ്റിച്ചോടെ കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ഇട്ട് എപ്പോഴും ആം ഹോള് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് ബീഡ് വരുന്ന ഭാഗം ഒന്നും അങ്ങോട്ടേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല, ബീഡിലേക്കൊന്നും നമ്മുടെ നീഡിൽ കയറിയിട്ടൊന്നുമില്ല. ഇത്രയും ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഈസി ആയിട്ട് തന്നെ സിംഗിൾ പ്രസറിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ഞാൻ ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്തു. എല്ലാം ഫിനിഷ് ചെയ്യുവാണ് കേട്ടോ. ഹെമ്മിങ് ഒക്കെ കൊടുത്തു. എല്ലാം ഫിനിഷ് ചെയ്തു. അപ്പം ഇതെല്ലാം ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷമാകും എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും അവൾ പറഞ്ഞ ഓർഡറിൽ ഉണ്ടായിരുന്നില്ല. അവൾ ശരിക്കും പറഞ്ഞാൽ മെറ്റേണിറ്റി വെയർ ആണ് കേട്ടോ പറഞ്ഞത്. മൂന്ന് ടൈപ്പ് നൈറ്റി, ഫുൾ ഓപ്പൺ നൈറ്റിയാണ് പറഞ്ഞിരുന്നത്. ഫുൾ ഓപ്പൺ എനിക്ക് സൈസ് അനുസരിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് അതും എമർജൻസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു. ഇതാണ് കേട്ടോ കുഞ്ഞാവയ്ക്കുള്ള ഉടുപ്പ്. ഇത് 1 ഇയർ വരെ ഇടാവുന്ന സൈസിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ റിബൺ കൊടുത്തിട്ടുണ്ട്, നെക്കിൽ ബാക്കിൽ കെട്ടാവുന്ന രീതിയിലാണ് കേട്ടോ. ഒരു ഡോറി കൊടുത്തിട്ടുണ്ട്. ഇത് മോനും മൂത്ത ആൾക്കുള്ള കുർത്തയാണ്. റോ കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത്. അവന് ഗണപതി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗണപതിനെ വെച്ചിട്ട് പെയിന്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പെയിന്റിംഗ് ആണ്. അങ്ങനെ പെയിന്റ് ചെയ്ത് കുർത്ത സ്റ്റിച്ച് ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ. പെയിന്റ് ചെയ്ത് എടുക്കാണ് ഉണ്ടായത്. അടുത്തത് അവൾക്കുള്ള ബ്ലൗസാണ് കേട്ടോ. ബ്ലൗസും ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അവിടെ നിന്ന് അവർ പോകുമ്പോൾ കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ന്യൂ ബോണിലുള്ള കെട്ടുടുപ്പാണ്. ഇതൊരു 10-12 ഇതുണ്ടായിരുന്നു. ഇതാണ് അവൾക്ക് ഏറ്റവും ആവശ്യം. അങ്ങനെ ഇതിൻ്റെ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയാണ് മെയിനായിട്ടുള്ള ഓർഡർ വന്നത് കേട്ടോ. അപ്പോൾ കെട്ടുടുപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്. പക്ഷേ ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാൾ കൂടിയാണ് ഈ സൈസിലുള്ള ഉടുപ്പുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതാണ് കേട്ടോ അവളുടെ മെറ്റേണിറ്റി വെയർ. ഇത് നല്ല ലെങ്ത്തിൽ തന്നെ, നമ്മുടെ നോർമലി അല്ലാണ്ട് നല്ല ലെങ്ത്തിൽ തന്നെ അതിനെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ഓപ്പൺ, ഫുൾ ഓപ്പൺ പോലെ തന്നെ നല്ല ലെങ്ത്തിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മേടിക്കുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം 6 മണി കഴിഞ്ഞപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് സെറ്റപ്പായിട്ട് നമ്മുടെ സോർട്ടിംഗ് ഓഫീസിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അത് അവിടെ 7 മണി വരെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. 7 മണി വരെ നമുക്ക് പാഴ്സലൊക്കെ അയച്ചു കൊടുക്കാം. അവിടെ വരെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അബിക്കുട്ടനുള്ള കുർത്ത കണ്ടപ്പം മുതൽ എൻ്റെ മോന് കരച്ചിലായി. അവന് ഭയങ്കര കരച്ചിൽ. അവനും അപ്പം തന്നെ കുർത്ത വേണം. പിന്നെ സോർട്ടിംഗ് ഓഫീസിൽ നിന്ന് നേരെ പോയത് ഞങ്ങളുടെ മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പിലേക്കാണ്. അവൻ്റെ പരിപാടി കണ്ടോ, ഷോപ്പിലേക്കാണ്. അവിടുന്ന് തിരിച്ച് വന്ന് 8-9 മണിയായപ്പോഴത്തേനും 8 മണി പർച്ചേസൊക്കെ കഴിഞ്ഞ് 9 മണിയായപ്പോൾ തിരിച്ചു വന്ന് സെയിം തന്നെ മെറ്റീരിയൽ അവൻ തന്നെ നോക്കിയെടുത്തു. എന്നെക്കൊണ്ട് രാത്രിക്ക് ഇരുത്തി തയ്പ്പിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഒരു 100 വട്ടം അല്ല എൻ്റെ പുറകെ വന്ന് നിന്ന് അവന് കുർത്തയിടണം, കുർത്ത വേണം. അബിക്കുട്ടനാന്ന് പറഞ്ഞില്ല, വേറൊരു ചേട്ടായിക്കാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും കക്ഷി സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ കൊണ്ട് കുർത്ത തയ്പ്പിച്ചു. ഇതിപ്പം ഏകദേശം 12 മണിയാണ് സമയം. ഈ കുർത്ത ഇന്ന് കൊടുക്കേണ്ട സാധനമല്ല. പക്ഷേ ഇത് കൂടാതെ തന്നെ എനിക്കൊരു ബ്ലൗസും ഒരു കുർത്തിയും നാളെ മോർണിംഗിലേക്ക് എനിക്ക് കൊടുക്കാനുള്ളതാണ്. അത് പ്ലാൻ ചെയ്താണ്. അപ്പം ഇത് അയച്ചതിന് ശേഷം എനിക്ക് വന്നിരുന്ന് ചെയ്താൽ മതിയല്ലോ. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ അത് പ്ലാൻ ചെയ്ത് ഈ കുർത്ത എൻ്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റിച്ച് കളഞ്ഞു. പിന്നെ കൊച്ചല്ലേ, അവൻ അറിയില്ലല്ലോ എമർജൻസി ഒന്നും പറഞ്ഞിട്ട് അവനോട് കാര്യമൊന്നുമില്ല. അവനോട് കുറെ പറഞ്ഞു നോക്കി നാളെ മോർണിംഗ് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു. അവന് ചെയ്തു കൊടുത്തിട്ട് ഇവന് ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമുക്കും അതൊരു വിഷമമല്ലേ. അതുകൊണ്ട് പിന്നെ പാവത്തിന്റെ നിപ്പ് കണ്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ. അങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം കസ്റ്റമർക്ക് കൊടുക്കാനുള്ളത് ഏകദേശം ഞാൻ 12:30 അതിൻ്റെ പെയിൻറ്റിങ് കൂടെ ചെയ്യണമായിരുന്നു. അരമണിക്കൂർ കൊണ്ട് പെയിൻറ്റിങ് തീർന്നു. ഗണപതിയുടെ പെയിൻറ്റിങ് ആണ് ചെയ്തത്. അത് ഞാൻ റീലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ ചെയ്ത് തീർന്ന് ഈ കുർത്ത ചെയ്ത് തീർന്നപ്പോൾ തന്നെ, അതിൻ്റെ പെയിൻറ്റിങ് കൂടെ ചെയ്ത് തീർന്നപ്പോൾ തന്നെ ഏകദേശം 12:30-12:45 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ കള്ള നോട്ടം നോക്കിക്ക്. അതിനുശേഷം കള്ള നോട്ടം കണ്ടോ. അതിനുശേഷം 1 മണിയോടുകൂടിയാണ് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇന്നലെ തന്നെ കിടന്നപ്പോൾ, പിറ്റേ ദിവസം ഫംഗ്ഷൻ ഉള്ളതാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം തന്നെ അന്ന് തന്നെ കിടന്നപ്പോൾ തന്നെ 2 മണി 2:30 ആയി. എനിക്ക് പിറ്റേ ദിവസം വന്നിട്ട് ഭയങ്കര തലവേദന. അതിന് ക്യാമറ ഭയങ്കര പേടിയാണോ എന്താണോ, ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ചമ്മലൊക്കെ ഉള്ള കൂട്ടത്തിലാട്ടോ. എന്നിട്ട് കള്ളത്തരം പിടിച്ച ആ ക്യാമറയിലേക്ക് നോക്കണമുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറകിൽ വന്ന് നോക്കും. എന്തോരം ആയി തയ്ച്ച് തീർന്നു ഉണ്ടോ.
ഒരു 10 മിനിറ്റ് ഇതിപ്പോ ഞാൻ ഫാസ്റ്റ് ചെയ്യണം, കാണുന്നവർക്ക് ബോറടിക്കരുതല്ലോ, അതുകൊണ്ട് ഫാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. 5 മിനിറ്റ് അവിടെ പോയി ബിഗ് ബോസ്, അല്ല ബിഗ് ബോസ് കഴിഞ്ഞില്ല, എന്തുകൊണ്ടോ ബിഗ് ബോസ് പ്ലസ് എന്തൊക്കെയോ അമ്മയ്ക്ക് ഉറക്കം പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയെ അവിടെ വെച്ചിട്ടിരിപ്പുണ്ടായിരുന്നു TV. അപ്പം എന്നിട്ട് അവിടെ പോയി നോക്കും. പിന്നെ മടുത്തിട്ട് അമ്മ പോയി കിടന്നു. ഇങ്ങനെ പുറകിൽ വന്ന് കറങ്ങും, നോക്കും. അമ്മേനെ കിടത്തി ഉറക്കിയിട്ട് ചേച്ചീനെ കിടത്തി ഉറക്കിയിട്ട് ചേച്ചി ഇടയ്ക്ക് വരുന്നുണ്ട്. ചേച്ചിക്ക് ഉറക്കം വരുന്നില്ല, ചേച്ചിക്ക് ചൂടെടുക്കുന്നു, ഭയങ്കര ചൂടല്ലേ, ചേച്ചിക്ക് ഉറക്കം വരുന്നില്ല എന്നും പറഞ്ഞിട്ട് അവളും വരുന്നുണ്ട്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അമ്മ എനിക്കൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയും, അക്കച്ചിക്ക് കഴിഞ്ഞ ദിവസം, അക്കച്ചി നട്ട് വിളിക്കുന്നത്, അക്കച്ചിക്ക് കഴിഞ്ഞ ദിവസം ചെയ്തു തന്നല്ലേ, എനിക്കല്ലേ തരാത്തത് എന്ന് പറഞ്ഞാൽ എന്നും അടിയാട്ടോ. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അടിയാ, ഇവർക്ക് പുതിയത് പുതിയത് വേണം എന്ന് ഭയങ്കര നിർബന്ധം. പക്ഷെ അമ്മയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും സമ്മതിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എനിക്ക് വയ്യാഞ്ഞിട്ടല്ല. പക്ഷെ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കണം കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് പുള്ളിക്ക്. രണ്ടുപേർക്കും അതെ കേട്ടോ. അവള് പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവും, അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ. പക്ഷെ ഇത് കാര്യം ആ മൂച്ചിന് നൈറ്റ് നമുക്ക് നല്ല മൂച്ചായിരിക്കും ചെയ്യാനായിട്ട്. പക്ഷെ ആ മൂച്ചങ്ങ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് രാവിലെ തല പൊങ്ങാത്ത അവസ്ഥ. രാവിലെ എനിക്ക് ഫംഗ്ഷന് പോയിട്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. തലവേദനയുടെ ഗുളികയൊക്കെ കഴിച്ചിട്ട് പോയി. പക്ഷെ വന്നതേ ഞാൻ മറിഞ്ഞ് വീഴുക ചെയ്തു. അതുപോലെ അവശതയായി പോയായിരുന്നു. അങ്ങനെ ഒരുവിധം അതെല്ലാം തീർത്ത്, കുർത്തയെല്ലാം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പാവം ഉറങ്ങിപ്പോയിട്ടോ. ഞാൻ നോക്കിയപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പം പുറകെ വന്ന് നിന്ന ആൾക്കാരൊക്കെ കട്ടിലേ പോയി കിടന്ന് ഉറങ്ങിപ്പോയി. 1 മണിയായപ്പോഴത്തേനും കക്ഷി ഉറങ്ങി. പിന്നെ ഞാനത് അവിടെ മടക്കി വെച്ച് പെയിന്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം കൊടുക്കാനുള്ള ഐറ്റം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം 2:30-3 മണിയായി. അപ്പം ഇതാണ് നമ്മുടെ മോന് ചെയ്തു കൊടുത്തിട്ടുള്ള കുർത്താട്ടോ. മോന് ചെയ്തത് അബിക്ക് ചെയ്തു കൊടുത്തത് സെയിം തന്നെയാണ്. അപ്പം മോനും അത് തന്നെ സെയിം ചെയ്തു. ഏതായാലും അവൻ ഹാപ്പിയായി. പിറ്റേ ദിവസം ഫംഗ്ഷന് ഇട്ടുകൊണ്ട് പോയി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനും അത് തന്നെ ഇട്ടു. അത് കഴുകാൻ പോലും സമ്മതിച്ചില്ലെന്നുള്ളതാണ്. അപ്പം നേരത്തെയൊക്കെ കുർത്തയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഇവന് ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ആയി. ഇപ്പം വളർന്നത് കൊണ്ടായിരിക്കും ഭയങ്കര ഇടാൻ ഭയങ്കര താല്പര്യമായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.